ആൾക്കാർക്ക് ഇപ്പോൾ പൊറോട്ട കഴിക്കുന്നതിന് ഭയങ്കര സന്തോഷമാണ്, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാം, ഓക്കെ അടിപൊളി. വീട്ടിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ രാവിലെ ചോറ് കഴിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, രാത്രിയിലും ചോറ് കഴിച്ചു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഒന്ന് എഗ്ഗ് കഴിക്കുക, അല്ലെങ്കിൽ സാലഡ് കഴിക്കുക, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുക, ഉടനെ തുടങ്ങും, അയ്യോ എത്ര മുട്ടയാണ് കഴിക്കുന്നത്, അയ്യോ അവന് വല്ല ഹെൽത്ത് ഇഷ്യൂസ് വരും, അങ്ങനെയാ ഇങ്ങനെയാ. ആൾക്കാർക്ക് എന്താണ് ശരിക്കും വേണ്ടത് എന്നിപ്പോഴും അറിയാം. കാർബോഹൈഡ്രേറ്റ് എത്ര കഴിച്ചാലും ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എന്തോ മാരക പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ മാരക അസുഖം വരും എന്നുള്ളതാണ്. ഇപ്പോഴും ആൾക്കാർക്ക് അയ്യോ ഒന്നിൽ കൂടുതൽ മുട്ടയൊന്നും അത്ര കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നതെന്ന് ഇതുവരെ നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ അമിതമായി മുട്ട കഴിക്കാൻ പാടില്ല എന്നുള്ളത്? ശരിക്കും എഗ്ഗ് വൈറ്റ് എന്ന് പറയുന്നത് മനുഷ്യന് ഭയങ്കര ആരോഗ്യപരമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്. നിങ്ങൾക്ക് എഗ്ഗ് കഴിച്ച് വണ്ണം കുറയ്ക്കാം, നിങ്ങൾക്ക് എഗ്ഗ് കഴിച്ച് നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാം, നിങ്ങൾക്ക് എഗ്ഗ് കഴിച്ച് നിങ്ങൾക്ക് ഉള്ള ഹെൽത്ത് ഇഷ്യൂസ് കുറയ്ക്കാം, നിങ്ങളുടെ എഗ്ഗ് കഴിച്ച് നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയ്ക്കാം. നിങ്ങൾക്ക് അങ്ങനെ എഗ്ഗ് കഴിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം എഗ്ഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നൊരു സാധനമാണ്. ഇനിയെങ്കിലും നിങ്ങൾ വീട്ടിൽ എഗ്ഗ് കഴിക്കുമ്പം മറ്റുള്ളവരെ തടയാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവാതെയും ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.